എന്നെ വന്ന് ഉമ്മച്ച്. അപ്പം എനിക്കത് വല്ലാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നെ വാടിക്കയക്കുമ്പോൾ സുജേട്ടൻ വന്നപ്പോൾ സുജേട്ടനും എന്നെ ഉമ്മച്ച്. അപ്പം അതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഇതാണ് അതിനുണ്ടാവും. ഹലോ, അപ്പം എല്ലാവർക്കും വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും തമിഴ്നാട്ടിൽ കണ്ടില്ലേ, അതാണ് എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ്. അപ്പം എനിക്ക് 2 പാർട്ടായിട്ടായിരിക്കും ഞാൻ ഡെലിവറി സ്റ്റോറി ഇടുന്നത്. വെച്ചാൽ ഒരു പാർട്ടിൽ മോളത്, സെക്കൻഡ് പാർട്ടിൽ മോൻ്റെത്. അപ്പം അങ്ങനെ 2 പാർട്ടായിട്ടായിരിക്കും ഡെലിവറി സ്റ്റോറി ഇടുക. അപ്പം വീഡിയോയ്ക്ക് പോകണ മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക, എന്നാലേ ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം വീഡിയോയ്ക്ക് പോവാം. അപ്പം മോളെ ഡെലിവറി സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ ആ കാർഡ് മുതൽ പറയാം. നമ്മൾ പ്രഗ്നൻ്റ് ആണോ നോക്കൂലേ, ആ കാർഡ് മുതൽ പറയാം. ആ കാർഡ് ഞാൻ നോക്കിയതെന്ന് പറഞ്ഞത് 2018 മാർച്ച് 4-ാം തീയതിയാണ്. അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടി കേട്ടോ. അപ്പോൾ പീരിയഡ്സ് ആവാനായിട്ട് അങ്ങനെ ഏട്ടൻ വാങ്ങിക്കൊടുന്നു, കാർഡ് വാങ്ങിക്കൊടുന്നു. അപ്പോൾ ഞാൻ നോക്കണമെങ്കിൽ പിറന്നാളിൻ്റെ അന്നാണ്. അപ്പോൾ ഫസ്റ്റ് യൂറിനിൽ നമ്മൾ ഫസ്റ്റ് രാവിലത്തെ ഒഴിക്കുന്ന യൂറിനിൽ തന്നെ നോക്കണ്ടേ. അപ്പം അങ്ങനെ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡബിൾ ടിക്കാണ് കണ്ടത്. അങ്ങനെ എനിക്ക് എന്താ പറയുക, എനിക്ക് ആ ഒരു പിറന്നാൾ എന്ന് പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റാത്ത പിറന്നാൾ ദിവസം തന്നെയാണ്. എന്നുവെച്ചാൽ മോളുണ്ട് എന്നറിയണത് നമുക്ക് ചിലവർക്ക് മോള് പിറന്നെന്നുള്ള ഒരു ഇതിലായിരിക്കും. പക്ഷെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള സന്തോഷമാണ്. അപ്പോൾ ഏട്ടനും അതേപോലെ തന്നെ ഞങ്ങൾക്ക് രണ്ടാൾക്കും എനിക്ക് കൂടുതൽ സന്തോഷമായത് എന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ അങ്ങനെ നോക്കണം വിചാരിച്ചില്ല, എന്നാലും നമ്മൾ പീരിയഡ്സ് ആവാതിരുന്നപ്പം ഞാൻ അന്ന് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഡബിൾ ടിക്ക് കണ്ടത് എനിക്ക് ഞാൻ കരയുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ബർത്ത്ഡേൻ്റെ അന്ന് തന്നെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അത് അതിയായൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അത് എൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് അതാണ് എനിക്ക് എൻ്റെ മോളെ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ, എൻ്റെ മോളുണ്ടായ ഡെലിവറി സ്റ്റോറി പറയുമ്പോൾ എനിക്ക് ഏറ്റവും പറയാനുള്ള ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു മൊമെൻ്റാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലവർ വിചാരിക്കും അയ്യോ അതിപ്പോൾ എന്താ അങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളോട് പറയുന്നത്. ഒരു ഡെലിവറി സ്റ്റോറിൻ്റെ ഇതിൽ ആ ഒരു എന്താ സിറ്റുവേഷൻ അതയച്ചിട്ട് ഞാൻ പറഞ്ഞത്. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. ഇപ്പോൾ 7-ാം മാസത്തിലും അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് മോളത് കാണിച്ചത്. ഇവിടെ 7 മാസം കരുണ ഹോസ്പിറ്റലിൽ, വളാഞ്ചേരിയിലെ കരുണ ഹോസ്പിറ്റലായിരുന്നു കാണിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ 1-2 തവണ ക്രസൻറ്റ് ചുങ്കത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചത്. എന്നിട്ട് പിന്നെ പ്രസവത്തെ മെഡിക്കലിലേക്ക് കൊണ്ടുപോകാലോ വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ലാസ്റ്റത്തെ 8-ാമത്തെ മാസം 9-ാമത്തെ മാസത്തെ മെഡിക്കൽ കോളേജ് മുതൽ കാണിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അവിടെ കാണിച്ചു. അപ്പം പിന്നെ നമ്മൾ ഫസ്റ്റ് ഡെലിവറി അല്ലേ, എങ്ങനെ എന്താണെന്നൊന്നും നമുക്കറിയില്ല. എല്ലാവർക്കും അതേപോലെ തന്നെ ഫസ്റ്റ് ഡെലിവറി ഉള്ളവർക്ക് എങ്ങനെ പെയിൻ വരാമെന്ന്, എന്താ ഡെലിവറി എന്ന് ഒരു കുഞ്ഞും അറിയില്ല. ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനിരുന്നത്. എന്നുവെച്ചാൽ നമുക്കറിയില്ല എങ്ങനത്തെ എന്താണ് വരുന്നത് എന്നൊന്നും. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലാവരും പറയുന്നുണ്ട് എങ്ങനെ വേദന ഉണ്ടെങ്കിൽ പറയണം, ബാത്റൂമിൽ പോകുമ്പോൾ ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ എപ്പോഴും അമ്മയായാലും എല്ലാവരും പറയുന്നുണ്ട്. അമ്മയും സുഖനൊക്കെ പറയുന്നുണ്ട് നീ വേനുണ്ടെങ്കിൽ പറയണം, കുട്ടി അനങ്ങുണ്ടോ നോക്കണം, അങ്ങനത്തൊക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ മോട്ടിവേഷൻ തരുന്നോണ്ടിരിക്കും. ഒക്കെ ശ്രദ്ധിക്കണം, ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെ. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് ഡെലിവറിൻ്റെ ഒരു 2-3 ആഴ്ച എനിക്ക് ഡെലിവറിയിൽ സ്കാനിങ്ങിൽ ഡേറ്റ് തരുമല്ലോ. ആ ഡേറ്റ് തന്നത് നവംബർ 10-ാം തീയതി, ആ ഒരു ഫസ്റ്റ് ഡേറ്റ്. പിന്നെ ഉള്ള ഡേറ്റ് നവംബർ 12-ാം തീയതി, 10-ാം തീയതി 12-ാം തീയതി, അങ്ങനെ 2 ഡേറ്റ് തന്നിട്ട്. അപ്പോൾ ഈ പ്രസവത്തിൻ്റെ തന്നെ ഇപ്പോൾ നവംബർ 10 പറഞ്ഞ ഒരു ശനിയാഴ്ച വരുന്നത്, 2018 നവംബർ 10 പറഞ്ഞ ഒരു ശനിയാഴ്ച വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3-4 ദിവസം മുന്നേ ഒരു ബുധനാഴ്ചയൊക്കെ ആയിട്ട് എനിക്ക് വയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ വേദന ആയി. അത് എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, വയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓരോരുത്തർക്കും ഓരോ വിധത്തിലായിരിക്കും പ്രസവേദന. അങ്ങനെ എനിക്ക് വയറിൻ്റെ സൈഡിൽ നിന്നൊക്കെ വേദന ആയി. സൈഡിൽ നിന്ന് വേദന ആയപ്പോൾ പിന്നെ എല്ലാവരും ഞാൻ സുധർനെ വിളിച്ചിരുന്നു. അപ്പോൾ അമ്മ സുധർനോട് പറഞ്ഞ് എന്താ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്, അങ്ങോട്ട് വരുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ സുധർൻ്റെ അമ്മയും അങ്ങോട്ട് വന്ന് പിന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ഒരു ബുധനാഴ്ച ഒക്കെ ആയിട്ടാണ് എനിക്ക് 10-ാം തീയതി ഡേറ്റെങ്കിൽ ബുധനാഴ്ച ഒക്കെ ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ വേദന വരാൻ തുടങ്ങിയത്. വേദന വന്ന് അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ ഉള്ളു പരിശോധിച്ചപ്പോൾ ഇത് എന്താ നമ്മളെ
സർവീസ് ഓപ്പൺ ചെയ്യണുള്ളൂ പറഞ്ഞു, 1 സെൻറ്റിമീറ്റർ ഒക്കെ ഓപ്പൺ ആയിട്ടുള്ളൂ പറഞ്ഞു. പ്രസവം ഇപ്പം കാണുന്നില്ല പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്ത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. ഒരു പറഞ്ഞ ഡേറ്റ് അധികമല്ലല്ലോ, 2-3 ദിവസം കൂടിയല്ലോ. ഇനി ചിലപ്പം പെയിൻ വരികയാണെങ്കിൽ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ വെച്ചിട്ട് അവിടെ അഡ്മിറ്റ് ചെയ്തു. അപ്പം അങ്ങനെ ശനിയാഴ്ചയാണ് എൻ്റെ ഡേറ്റ് വരുന്നത്. അപ്പം എന്ത് അങ്ങനെ ശനിയാഴ്ച എൻ്റെ ഡേറ്റ് എത്തി. അപ്പോൾ ഞാൻ രാവിലെ തൊട്ടേ നടക്കുന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും രാവിലെ വരുന്ന ഒരു സമയം എന്ന് വെച്ചാൽ കുറച്ച് നേരം ഇരിക്കും, പിന്നെ അങ്ങോട്ട് നടത്തും. അങ്ങനെ സുധിയേട്ടനും ഉണ്ടാവില്ല കൂടെ. അങ്ങനെ നമ്മളിങ്ങനെ വരുന്ന സ്റ്റെപ്പ് അല്ലാതെ ഇങ്ങനെ ഒരു ഇതുണ്ടാവില്ല, നടന്നു പോവാനുള്ള അങ്ങനത്തെ ഇത് കൂടി. പിന്നെ സ്റ്റെപ്പ് കൂടെ കയറി ഇറങ്ങുക. പിന്നെ ആ ഒരു വരാന്ത എന്ന് വെച്ചാൽ കുത്തന്നെ ഇറങ്ങുന്ന വരാന്ത അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ എന്താ പറയാൻ നിൽക്കല്ല, അതിൽ കൂടെ ഒക്കെ നടത്തും കയറ്റമൊക്കെ അത് തന്നെയാണ്. സുധിയേട്ടനും ഉണ്ടാവും കൂടെ. സുധിയേട്ടൻ ചിലപ്പോൾ അവിടെ സ്റ്റെപ്പൊന്നും ഇരിക്കുന്നുണ്ടാവും, ഞാൻ അങ്ങനെ കയറിയിട്ടുണ്ടാവും. വേറെ ടീംസൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഇതന്നെ ആയിരിക്കും പണി അതിനായിട്ട്. അങ്ങനെ ഞാൻ ശനിയാഴ്ചയാണ് ഡേറ്റ് തന്നത്, 10-ാം തീയതി രാവിലെ എണീച്ച് ഇങ്ങനെ നടക്കുക. അപ്പം എൻ്റെ കൂടെ ഉള്ളവർ അപ്പുറത്തെ ബെഡത്തി ആൾക്കാരൊക്കെ എന്ത് ചെയ്ത് അവർക്ക് വേദന വരാൻ തുടങ്ങി. ഒരു ഉച്ചയൊക്കെ ആവുന്നതൊക്കെ. എനിക്ക് വേദന വന്നിട്ടില്ല, ഞാൻ നടക്കൊക്കെ ഉണ്ട്, പക്ഷെ വേദന വന്നിട്ടില്ല. അങ്ങനെ ആ ദിവസം അങ്ങോട്ട് പോയി. എന്നിട്ട് ഞായറാഴ്ച രാവിലെ പിന്നെ ഡോക്ടർ വന്ന് പറഞ്ഞ് ഇനി നാളെ മരുന്ന് വയ്ക്കാറുണ്ട്. നാളെ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച 12-ാം തീയതി മരുന്ന് വയ്ക്കാറുണ്ട്. ഞായറാഴ്ച രാവിലെ പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ, ഏതായാലും 10-ാം തീയതി കണ്ടില്ല, ഇനി മരുന്ന് വെച്ചിട്ട് നോക്കാറുണ്ട്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ മരുന്ന് വെച്ചിട്ട് അപ്പം ഒന്നും കുഴപ്പമില്ലായിരുന്നു, ഒരു വേദനയോ ഒരു ഇതില്ലായിരുന്നു. ഞാൻ നടക്കുന്നൊക്കെ ഉണ്ട്, ഒരു ഇതില്ലായിരുന്നു. പിന്നെ ഒരു ഉച്ച 2 മണിയൊക്കെ കഴിഞ്ഞ് ചോറിന് കഴിഞ്ഞിട്ട് ഞാൻ ബെഡിലിരിക്കുമ്പോൾ എൻ്റെ വയറിൻ്റെ ഉള്ളിൽ ടിക്ക് നന്നിട്ടൊരു സാധനം പൊട്ടി. ഞാൻ കേട്ട ടിക്ക് നന്നിട്ട് പൊട്ടി. അപ്പം പിന്നെ ആ ഫ്ലൂയിഡ് കുറച്ച് പോയി. അപ്പോൾ ഞാൻ നീച്ചപ്പം എൻ്റെ ഡ്രസ്സിലൊക്കെ ഫ്ലൂയിഡിൻ്റെ ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഡ്യൂട്ടി നേഴ്സ് ഉണ്ടായിരുന്നു. ഡ്യൂട്ടി നേഴ്സിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് അതിന് ഡ്യൂട്ടി റൂമുണ്ട്, ഒരു റൂമുണ്ട്. ആ റൂമിലേക്ക് പോയിട്ട് പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞത് ലാബ് റൂമിലേക്ക് കൊണ്ടുപോയിക്കൂടായിരുന്നു. എന്നുവെച്ചാൽ രാവിലെ മരുന്ന് വെച്ചല്ലോ, അപ്പം പറഞ്ഞാൽ നടന്നതാവണം. അങ്ങനെ നടക്കണമൊക്കെ ഉണ്ട്. ആ നടന്നു കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്നു കഴിഞ്ഞ് ഞാൻ ബെഡിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എനിക്ക് വയറിൻ്റെ നിന്ന് ഒരു ടിക്ക് നന്നിട്ടൊരു പൊട്ടിട്ടത്. നമുക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു അമ്മ എൻ്റെ വയറിൽ നിന്ന് ഒരു ടിക്ക് നന്ന് പൊട്ടി. അപ്പം കുറച്ച് നോക്കിയപ്പോൾ ഫുഡ് കുറച്ച് പോയിരുന്നു. അങ്ങനെ പിന്നെ ഡ്യൂട്ടി നേഴ്സിൻ്റെ അടുത്തേക്ക് പോയി. അങ്ങനെ അവരെന്ത് ചെയ്ത് നേരെ ലേബർ റൂമിൽ കേട്ടു. അപ്പോൾ സുധിയേട്ടൻ പുറത്തേക്ക് പോയത്, സുധിയേട്ടൻ എന്തോ ഭക്ഷണം കഴിക്കാൻ അങ്ങനെ എന്തെങ്കിലും പുറത്ത് പോയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ 3-ാമത്തെ 4-ാമത്തെ 5-ാമത്തെ നിലയിലോ അങ്ങനെ എന്താണ് നല്ല മുകളിലാണ്. 3-ാമത്തെ നിലയിൽ 2-ാമത്തെ നല്ലൊരു ലേബർ റൂമുള്ളത്. ഞങ്ങൾ 5-ലോ 4-ലെറ്റാണ്. അപ്പോൾ പിന്നെ സുധിയേട്ടൻ അത് പറഞ്ഞപ്പോൾ വേഗം ഓടി വന്ന് അപ്പോഴത്തേക്കും ഞാൻ ഡ്രസ്സൊക്കെ ഇതാക്കിയിട്ട് ഞാൻ വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക, അവർ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീൽ ചെയറിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ സുധിയേട്ടൻ വന്ന് എനിക്ക് ആണെങ്കിലും പേടിയാവുക, സങ്കടം എന്തൊക്കെയോ എന്താ നമുക്കറിയില്ല. എനിക്ക് പക്ഷെ വേദന ഒന്നുമില്ല. ഈ ഒരു ഫ്ലൂയിഡ് പോയി, ആ ഒരു പൊട്ടിട്ട് ഫ്ലൂയിഡ് കുറച്ച് പോയി എന്നല്ലാതെ എനിക്ക് വേദന ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ടെൻഷനാവുക, എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, വേദന ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എനിക്ക് ടെൻഷനാവുക. അപ്പോൾ അമ്മ ചോദിക്കുന്നു, അമ്മ സുധിയേട്ടനൊക്കെ ചോദിക്കുന്നുണ്ട്, സുധിയേട്ടൻ അമ്മയെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടി അനങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു അനക്കൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ സുധിയേട്ടൻ വന്ന ഏകദേശം അവരെന്നെ കൊണ്ടുപോകണം എന്നുവെച്ചാൽ സുധിയേട്ടനൊക്കെ പിന്നെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഓർക്ക് അവിടെ എത്തിയെത്താൻ. പിന്നെ നേരെ ലിഫ്റ്റിൽ നിന്ന് എന്താ ഡ്യൂട്ടി നേഴ്സ് കൊണ്ടുപോകണം. അപ്പോൾ സുധിയേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് ഉമ്മൊക്കെ തന്ന് നന്നിട്ട് സുധിയേട്ടന് കരയാണ്. സുധിയേട്ടന് സങ്കടം വന്നിട്ട് സുധിയേട്ടനും കരയായിരുന്നു. അങ്ങനെ സുധിയേട്ടൻ എനിക്ക് ഉമ്മൊക്കെ തന്ന്. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെ ലിഫ്റ്റിൽ കയറ്റി ഓരൊക്കെ എന്താ സ്റ്റെപ്പ് വഴി ഇറങ്ങി. അങ്ങനെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ ചെന്ന് അവിടുന്ന് ഇതേപോലെ ഉള്ളു പരിശോധിച്ച് ഫ്ലൂയിഡ് ഫുള്ളായിട്ടും അവർ പൊട്ടിക്കളഞ്ഞ്. അങ്ങനെ എന്നോട് പറഞ്ഞ് ഡ്രസ്സ് മാറ്റി പറഞ്ഞു. അപ്പോഴേക്ക് ഫ്ലൂയിഡ് ഫുള്ളായിട്ടും പോയിട്ടില്ല. അങ്ങനെ ഞാൻ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് അനൗൺസ് ചെയ്യും, ലേബർ റൂമിൻ്റെ ഉള്ളിൽ നിന്ന് അനൗൺസ് ചെയ്യും ഇന്ന ആൾ വരണം എന്ന് പറഞ്ഞിട്ട്. നമ്മളിപ്പോൾ ഇൻ്റെ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഷമ്മിയൻ്റെ ആൾ, ഷമ്മിയ സുധീഷ് എന്ന് പറഞ്ഞ ആൾക്കാർ വരും. അങ്ങനെ നമ്മൾ പേര് പറഞ്ഞെടുത്തപ്പം അവരടുന്ന് മൈക്കിൽ വിളിച്ചു ഷമ്മിയ സുധീഷ്. അപ്പം എൻ്റെ അമ്മമ്മയും സുധിയേട്ടൻ്റെ അമ്മയും വന്നിരുന്നു. അപ്പോൾ അവർ വന്ന അപ്പം തന്നെ ആ ഒരു വരാന്തയിൽ വെച്ചിട്ട് എൻ്റെ ബാക്കി ഫ്ലൂയിഡും കൂടി അങ്ങോട്ട് പോയി. ഒരു ബക്കറ്റ് വെള്ളത്തോളം ഉണ്ടാവും അവിടെ ആകെ പോയി കിടക്കുന്നു. അപ്പോൾ ഡോക്ടർ ഉള്ളിൽ നിന്ന് ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇതാക്കിയിട്ടത് ഫ്ലൂയിഡും കൂടി പോകാൻ വേണ്ടിയിട്ട് ഒന്ന് എന്തോ ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ എന്നോട് പറഞ്ഞ ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ കാര്യം പറയാൻ വേണ്ടി അവരെ വിളിക്കലും
ഈ ഒരു ഫ്ലൂയിഡ് ആ വരാന്തയിൽ നിന്ന് പോയി. വരാന്ത മീൻസ് ലേബർ റൂമിൻ്റെ അവിടെ, വേറെ ഗർഭിണികളൊക്കെ മുന്നിലുണ്ട്, അവിടെ നിന്ന് കിടക്കും. അങ്ങനെ പിന്നെ അവർ പറഞ്ഞ് എൻ്റെ അവിടെ ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു വെള്ളയും തന്നെ, ഏതായാലും ഹോസ്പിറ്റലിൽ വെള്ളയും തന്നെ മുണ്ടും ജാക്കറ്റും ആയിരിക്കും. പിന്നെ തോർത്ത് ഓപ്ഷണലാണ്, തോർത്ത് വേണമെങ്കിൽ ആ പ്രസവ സമയത്ത് പിന്നെ തോർത്തൊക്കെ ഒരു ഒഴിവാക്കും. അപ്പോൾ അതാണല്ലോ. അപ്പോൾ അങ്ങനെ ആ മുണ്ട് നിന്നിട്ട് മാറ്റി കഴിഞ്ഞ ശേഷം പിന്നെ എന്നോട് പറഞ്ഞ് വയറ് കഴുകാൻ വേണ്ടിയിട്ട് വേറെ ഒരു റൂമിക്കാണ്. അങ്ങനെ അവിടുന്ന് വയറ് കഴുകി. അങ്ങനെ പിന്നെ ബാത്റൂമൊക്കെ പോയി. വയറ് കഴുകിയ ശേഷം എന്തായാലും നമുക്ക് ബാത്റൂം പോകണം. അങ്ങനെ ബാത്റൂമൊക്കെ കയറിയിട്ട് നേരെ തന്നെ ഗ്ലൂക്കോസ് ഇടാൻ വേണ്ടിയിട്ട് അവിടേക്ക് പോയി. ഇട്ട് ഞാൻ അങ്ങനെ കിടക്കുക. അപ്പം എൻ്റെ ഇപ്പുറത്തും ഇവിടെ ആൾക്കാരുണ്ട്. അതൊക്കെ ഭയങ്കര കരച്ചില്ല. എനിക്കാണെങ്കിൽ ഒരു വേദന ഒന്നും വരുന്നില്ല. ഞാൻ അങ്ങനെ കൂളായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് ഈ ഗ്ലൂക്കോസ് കയറ്റുമ്പോഴും എനിക്കൊരു വേദന നല്ലൊരു സംഭവമില്ല. അപ്പം അവിടെ അടുത്തുള്ള വെടുത്ത ആൾക്കാരൊക്കെ കരച്ചിലോട് കരച്ചില്ല. അപ്പം എനിക്ക് ദേഷ്യം നിൽക്കാം. ഞാനാണെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്താവുന്നൊന്നും നമുക്കറിയില്ലല്ലോ. എൻ്റെ പ്രശ്നം അങ്ങനത്തെ രീതിയിലാണ് നിൽക്കുക. അപ്പോൾ എനിക്ക് ടെൻഷൻ ആയിട്ടിരിക്കുക. അതിനിടയ്ക്ക് വരെ കരച്ചിലേക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമുക്ക് എന്താ ഒരു ഫീൽ ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ആ ഇതിൽ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോയിട്ടുണ്ടായിരിക്കും. നമുക്ക് ദേഷ്യമാണോ പേടിയാണോ എന്താണെന്നൊന്നും അറിയില്ല. എനിക്കപ്പം എൻ്റെ അടുത്ത് ബെഡെടുത്ത ആൾക്കാരൊക്കെ കിടക്കുമ്പോൾ അവർ 2-3 ആൾക്കാർ ഭയങ്കരമായിട്ടും കരച്ചിൽ. അപ്പോൾ എനിക്ക് അധികം ദേഷ്യമാവണം. എന്നുവെച്ചാൽ നമ്മളത് എങ്ങനെയാണെന്ന് അറിയില്ല. ഇവരിങ്ങനെ ഓരോരോ വേദന കൊണ്ട് കരയുന്നത്, അത് വേറെ കാര്യം. പക്ഷെ എനിക്കെന്താ നമ്മൾ ആദ്യമായിട്ടല്ല ആ ഒരു ലേബർ റൂമിൽ നിന്നുള്ളൊരു ഇതിലേക്കൊക്കെ പോകുന്നത്. എന്താ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയെന്നൊന്നും അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഇവർ പറയുമ്പോഴേക്ക് ദേഷ്യം പിടിക്കാം. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് വേറെ അവിടെ പിന്നെ പഠിക്കണ ഡോക്ടർമാരല്ലേ ഉള്ളത് കൂടുതലും. ഇങ്ങനെ സീനിയേഴ്സായിട്ട് സീനിയേഴ്സ് എപ്പോഴൊന്നും വരില്ലല്ലോ. കൂടുതൽ പഠിക്കണ ഡോക്ടർമാരല്ലേ ഉണ്ടാവുക, പഠിക്കുന്ന കുട്ടികൾ, ഡോക്ടർ ഹൗസ് ഏജൻസി പോലെ. അപ്പം അതിൻ്റെ ഉള്ളിൽ അവരെ കൂടുതലുള്ളത്. അങ്ങനെ പിന്നെ എന്നോട് മൂത്രം ഒഴിക്കാണ്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ മൂത്രം ഒഴിക്കാണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ട്യൂബ് അവിടെ കിടന്നിട്ട് തന്നെ ഒരു ട്യൂബ് വെച്ചിട്ട് മൂത്രമൊക്കെ ഇതാക്കി കഴിഞ്ഞ് പിന്നെ കണ്ടത്, പിന്നെ ഡോക്ടർ വരുമ്പോൾ കണ്ടത് കുട്ടീൻ്റെ തല പുറത്ത് വരുന്നതാണ്. അപ്പോൾ എന്നോട് വേനുണ്ടോ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേനില്ല. അപ്പം കുട്ടീൻ്റെ തല പുറത്ത് വന്ന് അപ്പോൾ വേഗം എമർജൻസി എന്ന് പറഞ്ഞിട്ട് വേഗം പിന്നെ വേറൊരു ട്രയലിലേക്ക് മാറ്റിയിട്ട് ഇനിയാണ് ലേബർ റൂമിൻ്റെ 2 സെക്ഷൻ വരുന്നത്. രണ്ട് ബെഡുണ്ട്, ഫസ്റ്റ് സെക്കൻഡ്. അങ്ങനെ സെക്കൻഡ് ബെഡിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ സ്റ്റിച്ച് ഇടുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബെഡിക്കാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ എമർജൻസി എന്ന് പറഞ്ഞിട്ടാണ് കൂടെ ഉള്ളത്. ഞാൻ അങ്ങനെ അന്തം വിട്ടു നോക്കി, എന്താ അവർ പറയുന്നത്, നമുക്ക് ആ സമയത്ത് എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പം പിന്നെയാണ് എമർജൻസി പറഞ്ഞിട്ട് ഇതാക്കിയത്. എന്നിട്ട് വേഗം തന്നെ ബെഡിൽ വേറൊരു ട്രോളിയിലാക്കിയിട്ട് അവിടേക്ക് കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി പിന്നെ അവർ പിന്നെ ഡെലിവറിൻ്റെ ഇതൊക്കെ പിന്നെ കട്ട് ചെയ്യുമല്ലോ. അങ്ങനെ കട്ട് ചെയ്ത് കുട്ടീനെ പുറത്തെടുപ്പിച്ചു. എനിക്ക് വേദന തന്നെ ഒരു ശ്രീകുട്ടിൻ്റെ ഡെലിവറി കൊണ്ട് ഉണ്ടായ ഉപകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡെലിവറിയിൽ പെയിനേ ഇല്ല. ആ ഒരു ഇതാണ്, പെയിൻ ഉണ്ടായിട്ടില്ല. എന്താണെന്നാവും എനിക്കറിയില്ല. ഞാനതെപ്പോഴും ആലോചിക്കും പെയിൻ ഇല്ലേന്ന്. പക്ഷെ മറിച്ച് കണ്ണൻ്റെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. ആ കഥ ഞാൻ പറയണ്ട്. അപ്പോൾ എനിക്ക് പെയിൻ ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പഠിക്കുന്ന പിള്ളേരല്ലായിരുന്നു. പക്ഷെ എനിക്ക് നല്ല സ്റ്റിച്ച് ഉണ്ടായിരുന്നു. സ്റ്റിച്ചിൻ്റെ വേദനയാണ്. പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ വേദനയുള്ളത്. അങ്ങനെ മോളെ എടുത്ത് പിന്നെ ഇവർ സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ എന്താ പറയുക, തരിപ്പൊക്കെ നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യുമല്ലോ, ഇഞ്ചക്ഷൻ വെച്ചിട്ടല്ലേ സ്റ്റിച്ച് ഇടുക. അപ്പോൾ എനിക്ക് അതിൻ്റെ തരിപ്പൊക്കെ പോയിരുന്നു. സ്റ്റിച്ച് ഇടുന്നതിൻ്റെ മുന്നേ തരിപ്പൊക്കെ പോയിരുന്നു. അപ്പോൾ സ്റ്റിച്ച് ഇടുമ്പോൾ പച്ചയിൽ തന്നെ സ്റ്റിച്ച് ഇടുന്നത് എനിക്ക് വേദനിച്ചിട്ട് ഞാൻ എന്നിട്ട് അവരോട് കുറേ ചൂടായി, കഴിഞ്ഞിട്ടില്ല, എന്തൊരു വേദന എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയും ഇപ്പം കഴിയും നിങ്ങൾ ഇത് സ്റ്റിച്ച് കൂടുതലാണ് പറഞ്ഞു. എനിക്ക് ദേഷ്യം പിടിക്കുന്നത് വെച്ചാൽ ഈ പച്ചരച്ചിൽ നമുക്ക് ഇതാക്കുമ്പോഴുള്ള വേദന ഉണ്ടല്ലേ, ആ ഒരു വേദനയാണ് ഞാൻ ശ്രീകുട്ടിൻ്റെ ഡെലിവറിയിൽ അനുഭവിച്ചതെന്ന് പറയുമ്പോൾ സ്റ്റിച്ചിൻ്റെ വേദനയാണ്. അതെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു ആ സ്റ്റിച്ചിൻ്റെ വേദന. എന്നുവെച്ചാൽ പ്രസവവേദനൻ്റെ ഒരു പ്രസവ വേദന എന്നുള്ളതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല ശ്രീകുട്ടിൻ്റെ. ഈ സ്റ്റിച്ചിൻ്റെ വേദനയാണ് ഞാൻ മെയിനായിട്ട് അനുഭവിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ. അത് വല്ലാത്തൊരു ഫീൽ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ICUയിലാണ് പിന്നെ കിടത്തിയത്. അങ്ങനെ ഡെലിവറി കഴിഞ്ഞ സ്റ്റിച്ചൊക്കെ ഇട്ട് നമ്മുടെ എല്ലാം വാഷ് ചെയ്ത്, ബോഡിയൊക്കെ വാഷ് ചെയ്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എന്താ പറയുക ICUയിലാണ് കിടത്തിയത്. വേറെ ഡ്രസ്സ് പറഞ്ഞാൽ വൈറ്റ് തന്നെ, ICUയിലാകുമ്പോൾ വൈറ്റ് തന്നെ നമുക്ക് ഇടുക.
അങ്ങനെ ആ വയറ്റിട്ടിട്ട് ICUയിലായിരുന്നു കിടത്തിയത്. മോളെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പാല് കൊടുക്കാൻ കൊണ്ടുവരും, പിന്നെയും കൊണ്ടുപോകും. എന്ന് വെച്ചാൽ സ്റ്റിച്ചുള്ളതുകൊണ്ട് ICUയിൽ കൂടുതൽ സ്റ്റിച്ചുള്ളതുകൊണ്ട് ICUയിൽ കിടത്തി. പിന്നെ അമ്മയും അമ്മയും ഇടയ്ക്കിടയ്ക്ക് വന്ന് കഞ്ഞി തരും, കുടിക്കും. എനിക്ക് മൂത്രമൊഴിക്കുകയാണെങ്കിൽ ഞാൻ പിറ്റേ ദിവസം പുലർച്ചയ്ക്കോ അങ്ങനെ എന്താണ് 6:30 എൻ്റെ പ്രസവം, 6:25, 29 ആകുമ്പോൾ എൻ്റെ പ്രസവം ആയത്. ശ്രീകുട്ടി ജനിച്ചത് 6:29, 25 ആകുമ്പോഴാണ്, തിങ്കളാഴ്ച വൈകുന്നേരം 2 മണി 2:30 ആകുമ്പോഴാണ് എൻ്റെ ലാബ് റൂമിലേക്ക് കയറ്റിയത്. അങ്ങനെ പിന്നെ നേരെ ഞാൻ പറഞ്ഞില്ലേ ICUയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ICUയിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ നിന്നുള്ളത് എന്താ പറയുക, ഇതേപോലത്തെ ഓരോരോ സിറ്റുവേഷനായിട്ടുള്ള ആൾക്കാരാണ് ഫുൾ ICUയിലുള്ളത്. എന്നുവെച്ചാൽ 7ാം മാസത്തിൽ പ്രസവിച്ചത്, അബോർഷനായവർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ നമ്മളിതൊന്നുമല്ല, അവിടെ നിൽക്കുന്നവർ കാണുമ്പോൾ നമ്മളിതൊന്നുമല്ല. അപ്പം പിന്നെ ഞാൻ പ്രസവവേദന എന്താണെന്ന് കൂടി അനുഭവിച്ചിട്ട് ഈ സ്റ്റിച്ചിൻ്റെ വേദന. അപ്പം എല്ലാവരും ചോദിക്കുക എന്താന്ന്. അങ്ങനെ കൂടെയുള്ള ആൾക്കാരുണ്ടാവില്ല, അവരെ എന്തെങ്കിലും സാധനം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ആ കാണുക. എന്ന് വെച്ചാൽ ഞാൻ അമ്മ എനിക്ക് കഞ്ഞി എന്തെങ്കിലും കൊണ്ടു തരുമ്പോൾ മാത്രമാണ് അമ്മനെ കാണുക. അതേപോലെ മറ്റുള്ളവരുടെ കൂടെ ഒരിങ്ങനെ എന്തെങ്കിലും കൊണ്ടു തരുമ്പോഴാണ് അവർ കാണുക. അപ്പോൾ അവർ ചോദിക്കുക എന്താ. അപ്പം ഞാൻ പറഞ്ഞു സ്റ്റിച്ച് കൂടുതലായിട്ടാണ്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കുട്ടീനെ പുറത്താണ്, ഓരോ കയ്യിലാണ്. അങ്ങനെ കുട്ടീൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുട്ടീനെ അമ്മൻ്റെയും സുധേട്ടൻ്റെ അമ്മയും എൻ്റെ അച്ഛമ്മയൊക്കെ ഉണ്ട് ഓരോ കയ്യിൽ ഏൽപ്പിച്ച്. അമ്മൂമ്മ ഉണ്ടായിരുന്നു. കുട്ടീനെ പിന്നെ ഓരോരുത്തരായിരുന്നു അയച്ചത്, പാലെടുക്കാൻ വേണ്ടി കൊണ്ടുവരും. പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക കഞ്ഞി അങ്ങനെ ആയിട്ട് എനിക്കും കൊണ്ടുതരും. അങ്ങനെ പിന്നെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോഴാണ് പിന്നെ എനിക്ക് മൂത്രം ഒഴിച്ചത്. ഞാൻ അത് കഴിഞ്ഞിട്ട് അവിടെ എന്താ നമ്മളെ ഇവിടേക്ക് ആക്കുള്ളൂ പറഞ്ഞു, എന്താ വാടിക്കാക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച 9 മണി ഒക്കെ ആകുമ്പോഴാണ് പിന്നെ വാടിക്കാക്കിയത്. അപ്പോൾ സുധേട്ടൻ വീട്ടിലേക്ക് വന്നു, എൻ്റെ വീട്ടിലേക്ക് തന്നെ സാധനങ്ങളൊക്കെ എടുക്കാൻ എന്തൊക്കെയോ കൂടെ അച്ഛമ്മയും സുധേട്ടൻ്റെ അമ്മയും പോകുന്നു. അങ്ങനെ അവർ വീട്ടിൽ വന്നു. പിന്നെ കുട്ടീൻ്റെ അടുത്ത് അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ വാടിക്കാക്കി. അത് കഴിഞ്ഞ് വാടിക്കാക്കി നടന്നപ്പോൾ തന്നെ സുധേട്ടൻ ഞാൻ വാടിക്ക് എത്തുന്ന മുന്നേ തന്നെ സുധേട്ടൻ അവിടെ എത്തിയിരുന്നു. അവരവിടെ കൊണ്ടാക്കിയിട്ട് ബാഗ് എത്തിയിരുന്നു. സുധേട്ടൻ കുളിക്കാനൊക്കെ പോയിരുന്നു, പക്ഷെ കുളിച്ചിട്ടൊന്നുമില്ല. ആ ഒരു പാടന്നെ ബാഗ് എത്തിയിരുന്നു. പിന്നെ കാണാനുള്ള ഒരു ഇതുകൊണ്ടേ. പിന്നെ അതിലേക്കാട്ടും ഒരു ഹൈലൈറ്റ് പറഞ്ഞത്, ഞാൻ പ്രസവം കഴിഞ്ഞിട്ട് ICUയിലേക്ക് വരുന്നു. ICUന്ന് പ്രസവം നമ്മൾ ICUയിലേക്ക് ആക്കുമ്പോൾ എന്താ പറയുക, എനിക്ക് അത് ആ പറയുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. അമ്മേനെ വന്ന് ഉമ്മ വെച്ച് വെച്ചാൽ എന്താവാ അമ്മയ്ക്ക് അപ്പം തോന്നിയത്, ഞാൻ പ്രസവിച്ചതുണ്ടോ എന്തെന്നറിയില്ല, അമ്മേനെ വന്ന് ഉമ്മ വെച്ച്. അപ്പം എനിക്കത് വല്ലാത്തൊരു ഇതെന്ന് പറഞ്ഞാൽ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. പിന്നുള്ളൊരു ഇത് പറഞ്ഞാൽ വാടിക്കാക്കിയപ്പോൾ സുധേട്ടൻ വന്നപ്പോൾ സുധേട്ടനും എൻ്റെ ഉമ്മ വെച്ച്. അപ്പം അതും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം ഇതാണ് അതിനുണ്ടാവും. പറ്റിയ സന്തോഷം അതിനുണ്ട്, കണ്ണ് കറന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മോളെ ഞാൻ വാടിയിൽ എന്ന് വെച്ചാൽ ഒരു ബെഡിൽ 2 ആൾക്കാരുണ്ട്. മെഡിക്കൽ കോളേജൊക്കെ അറിയാലോ, ഒരു ബെഡിൽ രണ്ടല്ല മൊത്തം 4 ആൾക്കാരാണ്. ഒരമ്മയും ഒരു കുഞ്ഞും പിന്നെ വേറൊരു അമ്മയും ഒരു കുഞ്ഞും, അങ്ങനെ 4 ആൾക്കാരാണ് ഒരു ബെഡിൽ എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ കിടക്കുന്ന ബെഡിൽ ചേച്ചി അന്ന് പോവുകയാണ്, അവരെ അന്ന് ഡിസ്ചാർജ് ആക്കാണ്. അപ്പം പിന്നെ വേറൊരു ബെഡിൽ കുട്ടീനെ കിടത്തി, ഞാനൊരു ബെഡിലും കിടത്തി. എനിക്ക് സ്റ്റിച്ചുള്ളതുകൊണ്ട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, അവിടുന്ന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ 3 നേരം ഇഞ്ചക്ഷനും ഉണ്ട്, മരുന്ന് ഇതിൻ്റെ ഇവിടുത്തെ മരുന്ന് 3 നേരം ഉണ്ട്. ഒരു ആൻറ്റിബയോട്ടിക് അന്നത്ര കൊന്നത്ര കുത്തി, അത് 3 നേരം ഉണ്ട്. 3 നേരം ഇങ്ങനെ കയറ്റി തന്നെയായിരുന്നു. ചിലർ കൂടുതൽ സ്റ്റിച്ചുകളുണ്ട്, ഞാൻ ഉണങ്ങാനും വേണ്ടിയിട്ട് 3 നേരമായി കയറ്റിയത്. എന്നിട്ടും അങ്ങനെ പ്രസവിച്ച് 5 ദിവസം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആവണില്ല. അവർ പറഞ്ഞ് എനിക്ക് അതുവരെ ബാത്റൂമിൽ പോയിട്ടില്ല, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ബാത്റൂമിൽ പോയിട്ടില്ല, നമ്മൾ മൂത്രമൊഴിക്കുന്നല്ലാതെ ബാത്റൂമിൽ പോയിട്ടില്ല, മോശം പോയിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞ് അങ്ങനെ എന്താ ഡിസ്ചാർജ് ആക്കുക, മോശം പോലെ ഡിസ്ചാർജ് ആക്കുക. പിന്നെ ഞങ്ങൾ പറഞ്ഞ് അതിനെ ഡിസ്ചാർജ് തന്നു. അപ്പം നമ്മുടെ ബാത്റൂം പോകാനായിട്ട് അവർ വേറൊരു മരുന്ന് എന്തോ തന്നിരുന്നു, ഒരു എന്താ പറയുക, ഒരു കുപ്പിയിൽ ഗ്യാസിന് അങ്ങനെ ഗ്യാസിൻ്റെ ഒരു മരുന്നുണ്ടാവില്ല, ഗ്യാസ് ട്രബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മരുന്ന് തന്നിരുന്നു. അപ്പം അങ്ങനെ കഴിച്ചിട്ട് പിന്നെ വീട്ടിലെത്തിയ ശേഷം എന്താ ബാത്റൂം പോയത് കേട്ടോ. അതുവരെ ഒരു 3-4 ദിവസം ബാത്റൂമിൽ പോകാനില്ല. എന്നുവെച്ചാൽ നമ്മൾ മൂത്രമൊഴിക്കുമ്പോൾ
മൂത്രം ഒഴിക്കുമ്പോൾ പോലും ആ സ്റ്റിച്ചിൻ്റെ അവിടെ നല്ല വേദനയാണ്. എന്നുവെച്ചാൽ അത്രയ്ക്കും ഉണ്ടായിരുന്നു സ്റ്റിച്ച്, അങ്ങനെ വേണം പറയാൻ. അപ്പം അത്ര ഒരു 7-8 അത്ര വരെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, അങ്ങനെ വേണം പറയാൻ. അത് കഴിഞ്ഞ് വീട്ടിലെത്തി പിറ്റേ ദിവസമാണ് എനിക്ക് ബാത്റൂമിൽ പോയത്. ഞാൻ ആ മരുന്ന് വെച്ച് ശേഷം അതുവരെ ബാത്റൂം പോയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ എന്താ പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്തില്ല തന്നെ. അങ്ങനെ പിന്നെ ഡോക്ടറോട് പറഞ്ഞ് ഡിസ്ചാർജ് വാങ്ങിയത്. അപ്പം ഞാൻ എപ്പോഴും അപ്പം എന്ന് പറയുന്നുണ്ട്, അത് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടാവില്ല. നമ്മളിങ്ങനെ വർത്താനത്തിൽ അങ്ങനെ വന്നതായത് കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ ഡെലിവറി സ്റ്റോറി. ഞാൻ അത്രയും വലിയൊരു സ്റ്റോറി കുറച്ച് സമയം ചുരുക്കി പറഞ്ഞു കേട്ടോ. കൂടുതൽ എന്താ പറയുക, എൻ്റെ ഡെലിവറി സ്റ്റോറിയിലേക്ക് കൂടുതൽ ഞാൻ പ്രസവ വേദന അറിഞ്ഞിട്ടില്ല. പകം മറിച്ച് സ്റ്റിച്ചിൻ്റെ വേദനയാണ് അനുഭവിച്ചത്. അതും മോളെ 28 കഴിഞ്ഞിട്ട് എനിക്ക് സ്റ്റിച്ച് വേദന ഉണ്ടായിരുന്നു, നല്ലോണം ഉള്ളതുകൊണ്ട്. സ്റ്റിച്ച് നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ ഈ 90 കഴിഞ്ഞ ശേഷമാണ് ഒക്കെ മാറിയത്. 28 നല്ല അല്ലാതെ തന്നെ കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബെഡിൽ തന്നെ നല്ലപോലെ ഇരിക്കാൻ കഴിയില്ല. കിടക്കാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, ബെഡിൽ നമ്മൾ അമർന്ന് നിന്നൂടാ. കുറേ നേരം ഇരിക്കുമ്പോൾ വേദനയുണ്ട്, സ്റ്റിച്ചിൻ്റെ അവിടെ വേദനയാണ്. അങ്ങനെ ഒരു 90 കഴിഞ്ഞപ്പോഴാണ് പിന്നെ വേദന ഒക്കെ മാറി വന്നത്. 90 കഴിഞ്ഞപ്പോൾ പിന്നെ ബെഡിൽ ഇരിക്കുമ്പോൾ ഒന്നും കുഴപ്പമില്ല. അതിന് മുന്നൊക്കെ ബെഡിൽ നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്ന കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ശ്രീക്കുട്ടിൻ്റെ ഡെലിവറി സ്റ്റോറി, എൻ്റെ ഫസ്റ്റ് ഡെലിവറി സ്റ്റോറി. ഇതൊന്ന് അതായിരുന്നു. പിന്നെ ഇതിനും മറിച്ചായിരുന്നു കണ്ണൻ്റെത്. അതിനി സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറയുന്നത്. അപ്പം എൻ്റെ ഈ ഡെലിവറി സ്റ്റോറി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോറി. ഇന്ന് ഓക്കെ. ഇനി നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ബൈ.